10 മണിയായി ഇതുവരെ ഇവരെ എഴുന്നേറ്റില്ലേ? കിടക്കുന്ന ആരൊക്കെയാണെന്നറിയാമോ? പണ്ടത്തെ സൂപ്പർ ഹീറോകളാ ഈ കിടക്കുന്നത്. ശക്തിമാൻ, ഇത് സൂപ്പർമാൻ, ഇത് സ്പൈഡർമാൻ. അങ്ങനെ പ്രായമായി കഴിഞ്ഞപ്പോ അവസാനം വൃദ്ധസാനത്തിൽ വന്നെത്തി. എല്ലാവരും എഴുന്നേറ്റ്. ഹലോ, എഴുന്നേറ്റ്. 10 മണിയായി. അതൊക്കെ എഴുന്നേറ്റ് വന്നാൽ മതി. എഴുന്നേറ്റ്. ഞങ്ങളെ അങ്ങനെ കളിയാക്കണ്ട. പണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് എത്ര പേര് രക്ഷിച്ചിട്ടുള്ളതാണെന്ന് അറിയാവോ? രക്ഷിച്ചിട്ടുണ്ട്. നീ വന്ന് ഈ കയ്യൊന്നും തടത്തിരവോ? ആവേശത്തിൽ പൊക്കിപ്പോയതാ. ഇപ്പൊ കോച്ചി പിടിച്ചു എങ്ങനെയെങ്കിലും കുഴപ്പമില്ല. കോച്ചി പിടിക്കും. അത് പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നാ ചോദിക്കുന്നത്? എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. ഒന്നും ചോദിച്ചതല്ല. വല വിടാൻ നോക്കുക. വല വിടാൻ പണ്ട് ഞാനിങ്ങനെ വെച്ചാ ചറുമറ വല വിടുക. ഇപ്പൊ ചറുമറ മാത്രമേ ഉള്ളൂ, വലയില്ല. എന്തിനാ ഈ കിടന്ന് കറങ്ങുന്നത്? അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം, ഈ ഫാന്റെ കറക്കുന്നത് അതിന്റെ കാറ്റടിച്ചാണ് ഞാൻ കിടന്ന് കറങ്ങുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ ഒറ്റ കറക്കത്തെ 100 കറക്കം കറക്കൊണ്ടിരുന്ന പിന്നീട് തല അതുകൊണ്ടാ ഇങ്ങനെ പറ്റിപ്പോയത്. അവരവരെ സ്ഥലത്ത് പോയിരുന്നു. തന്നെ എത്തുന്നതായിരിക്കും. മര്യാദയ്ക്ക് എഴുതേറ്റൊന്നും ഓടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. നടുവല്ല പിന്നെ ഞാൻ കിടന്ന് കഷ്ടപ്പെടും. അതുകൊണ്ടാ പറഞ്ഞത്. അതെ, ഞങ്ങളെ 3 പേരെ അങ്ങനെ കളിയാക്കണ്ട. ഞങ്ങൾ 3 പേര് പണ്ട് കിടിലായിരുന്നു. എത്രയോ ജീവനുകളെ ഞങ്ങളുടെ കടലിൽ നിന്നും കായലിൽ നിന്നും മലയിൽ നിന്നും എവിടെ നിന്നെല്ലാം രക്ഷിച്ചിട്ടുണ്ടോ അറിയോ? തീക്കകത്ത് വരെ രക്ഷിച്ചിട്ടുണ്ട് അറിയോ? എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട്. 20 നില കെട്ടിടത്തിന് മേലെ ഒരു പെൺകുട്ടി ഹെൽപ്പ് മീ എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഭിത്തിയെ കൂടെ പിടിച്ച് കയറി ആ പെൺകുട്ടിയെ രക്ഷിച്ചിട്ടുണ്ട്. താഴെ വന്നു. അറിയാമോ? ഈ പറയുന്ന ആളെ ഇന്നലെ രാത്രി മൂത്രം ഒഴിക്കാൻ ഭിത്തിയക്കട പിടിച്ചു പോകണം ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാ പറഞ്ഞത്. പ്രായമായി. അതുകൊണ്ടാ പറഞ്ഞത് മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മെനു എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ശരിയാക്കി വെക്കാം. അവരാണെങ്കിൽ എനിക്ക് നൂഡിൽസും നൂലുകൂട്ടും വേണം. നൂഡിൽസും നൂലുകൂട്ടും അതാകുമ്പോൾ അതിനകത്ത് നൂലും പലയൊക്കെ ഉണ്ട്. ശരിയാകും. സമയം പോകില്ല. അത് എണ്ണിക്കൊണ്ടും ഇരിക്കണം. അതിലും നല്ലത് കഴിഞ്ഞ ആഴ്ചത്തെ പരിപ്പോടെ അതമ്മ ഒടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് വലിയാണ്. ആണോ? എന്നാലും മതി. ഗ്യാസ് ഒന്നും കുഴപ്പമില്ല. എനിക്ക് ഈ വീശി അടിക്കുന്നതിൽ തന്നാ മതി. അത്രയും മതിയോ? കൊടുങ്കാറ്റ? അത് കൊടുങ്കാറ്റല്ല, ഞാൻ ഉദ്ദേശിച്ച പൊറോട്ടയാ. വീശി അടിക്കുന്ന പൊറോട്ട. ഒന്നും വേണ്ട. ഇവിടുന്ന് ഒന്നും വേണ്ട. എനിക്ക് ഒന്നും വേണ്ട. എന്തെങ്കിലും കഴിക്കാതെ എങ്ങനെയാ? ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കുന്നില്ല. ഒരാഴ്ച ഒരു ചപ്പാത്തിയാ കഴിച്ചത്. അറിയാം. അതൊന്നും കഴിക്കാതെ അങ്ങനെ നിർബന്ധമാണെങ്കിൽ എനിക്ക് 2 വായു ഗുളികയും ഇത്തിരി ചൂടുവെള്ളം തന്നാൽ മതി. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടിരുന്നു. ഉപ്പുമാവും പാളങ്ങളുടെ പഴവും ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇയാൾ എപ്പോ വന്നാലും മെനു എടുത്തോണ്ട് പോകും. എന്നിട്ട് ഞങ്ങൾക്ക് ഉപ്പാവ് തരുന്നത് എല്ലാ പരിപാടിയായി. അതേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ പോകാൻ വരട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. പുതിയ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടിട്ട് നിങ്ങൾ അങ്ങ് പോയാൽ മതി. ആരായാലും ഞങ്ങൾ കാണുന്നില്ല. ഇത് കാണണ്ട. അവര് വന്ന് കണ്ടിട്ട് പോട്ടെന്നു. ആര് വന്നാ എന്റെ കുഴപ്പം? ആരാ വരുന്നത്? ഒരു ഏതവൻ വന്നാലും ഞാൻ പോകും. ഏതവനല്ല, ഏതവള്. ഞാൻ പോകുന്നില്ല. ഞാൻ കണ്ടിട്ട് ഒന്ന് വിളിക്കാം. വേണം. ഇവരൊക്കെയാണ് ഇവിടുത്തെ അന്തേവാസികള്. നമസ്കാരം. എന്റെ പേര് മായ. ഞാനാണ് നിങ്ങളുടെ പുതിയ കെയർ ടേക്കർ. ഞങ്ങളെയൊക്കെ അറിയാമോ? പിന്നെ നിങ്ങളെയൊക്കെ അറിയാത്ത ആരല്ലേ? ഇതെന്താ ബെഡ്ഷീറ്റ് കൊടുത്തേക്കുന്നേ? ഭയങ്കര നാണം. ആകാശത്തോടെ ഷട്ടിട്ടോട് പറഞ്ഞതിന് കുഴപ്പമില്ല. ഇപ്പൊ ഈ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര നാണം. എവിടെ വന്നീ നാണം? സാരില്ല കേട്ടോ. നമുക്കേ വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടല്ലോ. ഞാൻ പറയട്ടെ. എല്ലാരും പരിചയപ്പെടും. ഞാനൊന്ന് പരിചയപ്പെടാൻ. നമുക്ക് ഈ അറ്റത്ത് തന്നെ പരിചയപ്പെടാല്ലേ? ആയിക്കോട്ടെ. ഇത് 8 കാലി മുമ്പ് നാട്ടുകാർ കളിയാക്കി വിളിക്കുന്ന സ്പൈഡർമാൻ. എങ്ങനെ ഈ സ്പൈഡർമാൻ എന്നുള്ള പേര് വന്നേ? മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതല്ല, ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ? ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതായത് എന്റെ ചെറുപ്പത്തിൽ അവർ 8 കാലി കഴിച്ചതാണ്. അതിൽ പിന്നെ ഞാൻ മാനസിക രോഗിയായി. മാനസിക രോഗിയോ? മാനസിക
പുറത്തിരുന്ന് അകത്ത് വന്നാണ്. അങ്ങനെയൊന്നും അല്ല, ഞാൻ പിന്നെ പതുക്കെ. അപ്പൊ ശക്തിമാനോ? മോളെ ഞാൻ ശക്തിമാനൊന്നും അല്ലായിരുന്നു. ഞാൻ സാധാരണ ഒരു പോസ്റ്റ്മാനായിരുന്നു അങ്ങ് മഹാരാഷ്ട്രയിൽ. ആണോ? ഒരുത്തിന് അഡ്രസ് ഈ ലെറ്റർ പിടിച്ചോണ്ട് ഇത് 6 ലെറ്റർ ഇങ്ങനെ കറങ്ങി കിടക്കുക. അങ്ങനെ കറങ്ങി എന്നെ പിടിച്ചെല്ലാവരും കൂടെ ശക്തിമാനാക്കി. അങ്ങനെ ആയതല്ല. ഇപ്പോഴും ആ ലെറ്റർ കൊടുത്തിട്ടില്ല. അതിൻ്റെ വേദന ഉള്ളിലുണ്ട്. ഒരു ലെറ്റർ തരട്ടെ? അപ്പൊ ശക്തിമാൻ ശക്തി കാട്ടുന്നു, സൂപ്പർമാൻ ശക്തി കാട്ടുന്നു, സ്പൈഡർമാൻ ചതപ്ര വല പിടിക്കും. അതെ. വലയോ? BA അല്ലേ വല, എല്ലാം അല്ലോ. പലപ്പോഴും ഞങ്ങൾ ഇറങ്ങി ഓടാറില്ല. എന്തായാലും നിങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് ഈ അങ്കിളിനെ. സിംഗിളായി എന്നെ അങ്കിളെന്ന് വിളിക്കുന്നത് പ്ലീസ്. സോറി. ഏതായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ. അയ്യോ, ശക്തിമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മാനല്ലാത്തത് അപ്പൊ ചേട്ടൻ മാത്രമല്ലേ? ഞാൻ മാത്രമല്ല കാണാത്ത. ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നെ ഏതെങ്കിലും ഒരു ജീവി കടിച്ചാണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു മാനായി മാറിയാലേ. ഒരു കാര്യം ചെയ്യും, വഴിയിലോട്ട് ഇറങ്ങിയോ പട്ടി കടിച്ചോളൂ. ഞാൻ ഏത് മാനാകും? സൂപ്പർമാനാകും. മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ആരോഗ്യം തീരെ ശരിയല്ലെന്നൊന്നും, പ്രായമായില്ലേ, എനിക്ക് ആരോഗ്യം ഉണർവ് വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന്. അതിന് ഇനി എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ അമ്മയൊക്കെയല്ലേ. നമുക്ക് ശരീരത്തിന് നല്ല ഉന്മേഷമൊക്കെ കിട്ടാനേ ഒരു ദിവസത്തിൽ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ സൈക്കിൾ യാത്ര ചെയ്താൽ മതി. അയ്യോ, ഞാൻ ആഴ്ച 3 പ്രാവശ്യം സൈക്കിൾ സവാരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉണർവ് വരുന്നില്ല. എങ്ങനെ ഉണർവ് വരും? വേറെ ഒരുത്തന്നെ സൈക്കിളിനെ പുറകെ കിടന്ന് സവാരി ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഉണർവ് വരും. വല്ല പ്രായമുണ്ട്, നടക്കാൻ പോയി അതാ പുറകിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതെ, എനിക്ക് ഈ വണ്ണവും വയറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്നെ കളിയാക്കും. അപ്പൊ ഈ തുമ്പ ചെയ്ത വയറ് കുറയോ? തുമ്പയല്ല നല്ലത്, തൂമ്പയാണ്. കുറച്ച് നേരം കിളച്ചാൽ മതി. തൂമ്പയാണ് വയറ് നന്നായിട്ട് കുറയും. വെറുതെ ഇരുന്നേ, അവരെ വിഷമിപ്പിക്കല്ലേ. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ വന്നില്ലേ. ഇനി നമുക്ക് ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് പണ്ടത്തെ പോലെ നല്ല ഉഷാറാവണേ. നിങ്ങൾ എല്ലാരും ഞാൻ നല്ല ഫിറ്റ് ആക്കും. ഫിറ്റാകണമെങ്കിൽ ഫുഡ് മേടിച്ച് തന്നാൽ മതി. അഞ്ച് ഫിറ്റാക്കി നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാനേ. വേറെ എന്തിനുള്ള ഒരു ഉറപ്പാടാവും. ഇവർക്കൊരു ഉന്മേഷമൊക്കെ കിട്ടണ്ടേ? എന്ത് ഉന്മേഷം? മേഡം, ആ ചങ്കത്ത് തീപ്പിടിപ്പടം ഒട്ടിച്ച പുള്ളിയാണ് ആര്? ശക്തിമാനോ? ശക്തിമാൻ. പുള്ളി ഭയങ്കര കറക്കക്കാരനാ. മേഡത്തിനെ കറക്കെടുത്തോണ്ട് പോകും. അയ്യോ, അത് മാത്രമല്ല, ഈ 8 മൂഞ്ഞുണ്ടല്ലോ, വല വിടുന്ന ആളാ. വല വീശി പിടിക്കും മേഡത്തിനെ. അപ്പൊ ആ സൂപ്പർമാനോ? അത് ഇപ്പൊ തന്നെ കണ്ടാ അറിയത്തില്ല എന്തിനും തയ്യാറാ. അയ്യോ, ഒന്ന് വെറുതെ ഇരുന്നേ, അങ്ങനൊന്നും പറയാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ലാസ്റ്റ് പ്രശ്നമാകരുത്, അതുകൊണ്ടേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. ഉള്ള കാര്യം മോളെ ഞങ്ങൾ എന്താ ചെയ്യണ്ട പറ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഡാൻസ് ചെയ്യാലോ? ചെയ്യാം. നിങ്ങൾ റെഡിയല്ലേ? ഇവര് നടുവ് 4 മിനിറ്റ് ഉണ്ടെങ്കിൽ മോളിൽ നിന്ന് വിളി വരും, എന്റെ ജോലി പോകും. ആര് പറഞ്ഞു നാടുകൂട് പോകുന്നു? അങ്ങനെ ഒന്നുമില്ല. അതെ, അവരെന്തോരം സന്തോഷം നോക്കിയേ. അവരുടെ ഉള്ളിലുള്ള സൂപ്പർ പവർ ഒക്കെ ഞാൻ പുറത്തെടുക്കാൻ നോക്കിയല്ലേ. ഇവർക്ക് സൂപ്പർ പവറോ? ഇനിയൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ പവർ ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെ പോലുള്ള സൂപ്പർ പവറുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരും ഇല്ലെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞില്ലെന്നേ? ഇവരെ പോലെ സൂപ്പർ പവറുള്ള സൂപ്പർ ഹീറോസ് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അതാണ് ഞങ്ങളറിയാൻ സൂപ്പർ പവറുള്ള സൂപ്പർ ഹീറോ. ആ ഫോൺ കണ്ടിട്ടേ. ആ, കാണേ. നമ്മളെ പോലെ അമാനുഷിക
മാനസിക ശക്തിയില്ലാതെ അത്യാവശ്യ സമയത്ത് അവസരോചിതമായി ഇടപെടുന്ന ഇതുപോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരാണ് യഥാർത്ഥ ഹീറോസ്. എന്റെ വക ഇരിക്കട്ടെ ഒരു സല്യൂട്ട്.